ഞങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ താമസിച്ച വന്ന വഴി മറക്കാൻ ഞങ്ങളുടെ മക്കളുടെ സന്തോഷം ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചത്. ഞങ്ങൾ അവർക്ക് വേണ്ടി ജീവിച്ചു ഈ നിമിഷം വരെ. മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് ഈ നിമിഷം വരെ, അല്ലെങ്കിൽ പഴയ വീട്ടിൽ പോയി നിൽക്കുമായിരുന്നു. പ്രവീൺ പ്രണവ് എന്നിവരുടെ അച്ഛന്റെ വാക്കുകളാണ്. എന്നാൽ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ച വീഡിയോ ഇപ്പോൾ കാണാനില്ല. പിന്നീട് പ്രവീൺ പ്രണവിന്റെ പോസ്റ്റ് വൈറലാകുന്നുണ്ട്. പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഞാനും എൻ്റെ ഫാമിലിയും ഇപ്പോൾ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ നിന്നും യാതൊരു കരുണയും കിട്ടുന്നില്ല. ഇതിന്റെ പേരിൽ ഫാമിലിയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് തന്നെയാണ് നഷ്ടം. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ പ്രൈവറ്റ് ആക്കുന്നു എന്നായിരുന്നു പ്രവീണിന്റെ പോസ്റ്റ്. പ്രവീണിനെ ഉപദ്രവിക്കുന്നത് കണ്ട് തടയാൻ ശ്രമിച്ച മൃദുലയെ ഗർഭിണിയാണെന്ന പരിഗണന പോലും നൽകാതെ കുടുംബാംഗങ്ങൾ ആക്രമിക്കുകയും ചെയ്തു. തെറിവിളിച്ചുകൊണ്ട് വയറിലിടിച്ചു, ചവിട്ടി താഴെയിട്ടു. പ്രവീണിന്റെ ദേഹത്ത് പരുക്കുകളുണ്ട്. സംഭവത്തിൽ കേസുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും മാതാപിതാക്കളായതുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്നില്ല. സഹോദരൻ പലതവണ മദ്യപിച്ച് വീട്ടിൽ വരികയും തുടരെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും പതിവായിരുന്നു. ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഇത് ആദ്യമായിട്ടായിരിക്കും ഒരു കുടുംബങ്ങൾ തമ്മിൽ ലൈവായിട്ട് അടിച്ചു പിരിയുന്നത് കാണുന്നത്. ഒരു കുടുംബ പ്രശ്നം എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊടുത്തത് എന്നാണ് പലരും ചോദിക്കുന്നത്. സത്യമെന്ത് കളവെന്ത് മനസ്സിലാക്കാത്ത അവസ്ഥയിലാണ് പ്രേക്ഷകർ. ഇവരൊക്കെ പറയുന്നത് വിശ്വസിക്കുക, അതുമാത്രമേ ചെയ്യാനുള്ളൂ. എന്തിനാണ് പ്രവീൺ ഇത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു വഷളാക്കിയത്? കൂടാതെ സ്വന്തം അമ്മയും കുടുംബവും സമൂഹത്തിൽ ഇനി എങ്ങനെ ജീവിക്കുമെന്നും ആലോചിക്കേണ്ടത് തന്നെയായിരുന്നു. അച്ഛൻ ചെയ്ത തെറ്റ് വീഡിയോ സഹിതം പുറത്തുവിട്ടിട്ടുണ്ട്. വളരെ മോശമായ ഭാഷയിലാണ് പ്രവീണിനോടും മൃദുലയോടും ഇറങ്ങിപ്പോവാനും അസഭ്യവും പറഞ്ഞത്. കൂടാതെ പ്രണവ് കൊച്ചു മർദ്ദിച്ചതിന് തെളിവ് സഹിതം വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. എന്നാൽ ഇടുന്ന വീഡിയോയ്ക്ക് മില്യൺ കണക്കിന് വ്യൂസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അച്ഛനെയും അമ്മയെയും വലിച്ചു കീറിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് പ്രവീണിന്റെ അച്ഛനും അമ്മയും സഹോദരനും. കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സാധാരണയാണ്. എന്നാൽ അത് ഇങ്ങനെ വന്ന് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നു പറഞ്ഞതിനോട് യോജിക്കാനാവില്ല.